സ്റ്റോക്കിലെ എല്ലാ ന്യൂസും നെഗറ്റീവാണ്. ഇപ്പോൾ ഇന്ത്യക്ക് പുറമേ ഉള്ളതിൽ ജിയോ പൊളിറ്റിക്കൽ, FIS സില്ലിങ്, ക്രൂഡ് ഓയിൽ പ്രൈസ്, ഫെഡ് പോളിസി, US എക്കണോമി, ഇതെല്ലാം ഇന്ത്യൻ സ്റ്റോക്സിന് എതിരായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇന്ന് ഏക പോസിറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് RBIയുടെ ഇൻ്റർവെൻഷൻ കൊണ്ട് ഡോളർ റുപ്പി കുറച്ചുകൂടി ഭേദപ്പെട്ട രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. 93.2, അത് 95 വരെ എത്തിയതായിരുന്നു. പക്ഷേ ഞാനിതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. കാരണം ജെഫ്രീസ് പറയുന്നത് ഇന്ത്യ ഒരു ഓവർ സോൾഡ് റീജിയനിലേക്ക് മാറിയിരിക്കുന്നു. അതേപോലെ തന്നെ നിഫ്റ്റി അത് ഓവർ വെയ്റ്റിൽ നിന്ന് ന്യൂട്രലിലേക്ക് മാറിയിരിക്കുന്നു. അതായത് നല്ല സ്റ്റോക്കുകളിലെ വില കുറഞ്ഞിരിക്കുന്നു. ഇപ്പോഴാണ് നമുക്ക് പിക്ക് ചെയ്യാനുള്ള അവസരം എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം വാറ് സ്ഥിരമായി നിൽക്കുന്ന ഒന്നല്ല, പക്ഷെ സ്ഥിരമായി നിന്നിട്ടുണ്ട് വാറ്. ഇപ്പോൾ റഷ്യ ഉക്രൈൻ വാർ സ്ഥിരമായിട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ സ്റ്റോക്സിനെ അഫക്റ്റ് ചെയ്തത് ഏതാനും മാസങ്ങൾ മാത്രമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് അക്യുമുലേറ്റ് ചെയ്താൽ നല്ല സ്റ്റോക്കുകൾ, നല്ല വാല്യുവേഷനുള്ളത്, നേരത്തെ പലതവണ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ പിക്ക് ചെയ്യണമെന്നുള്ളത്, ആ സ്റ്റോക്സുകൾ ഇന്ന് കുറഞ്ഞ വിലയ്ക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ചെറിയ രീതിയിൽ അക്യുമുലേറ്റ് ചെയ്യുക. അത് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വാറിൻ്റെ സിറ്റുവേഷൻ മാറിയാൽ ഇന്ത്യക്ക് ഉള്ള അത്ര ഭാവിയുള്ള മാർക്കറ്റുകൾ വളരെ കുറവാണ്. നമുക്ക് സുഖമായിട്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റുന്നതാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിനും മുമ്പും സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അനലിസ്റ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറുടെ അഭിപ്രായം തേടുക. കാരണം റിസ്കി ആയിട്ടുള്ള സമയമാണ്. പൈസ കളയരുത്. വീക്കെൻഡിൽ ഒരു അടിപൊളി സബ്ജക്റ്റുമായിട്ട് കാണാം. താങ്ക് യു.